അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശമ്പളത്തിൻ്റെ സകാത്തുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിശദീകരണം നൽകിയപ്പോൾ പലരും ചോദിച്ചിരുന്നു, ഏതടിസ്ഥാനത്തിലാണ് 85 ഗ്രാം സ്വർണം എന്ന് പറയുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. 20 ദീനാർ, 20 ദീനാർ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ 20 ദീനാർ എന്ന് പറഞ്ഞാൽ 20 മിസ്കാൽ എന്ന് പറയും. നമ്മൾ പവൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ് മിസ്കാൽ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കാലാണ്. അപ്പോൾ ഒരു ദീനാർ, ആ കാലത്ത് നടപ്പുണ്ടായിരുന്ന ഒരു ദീനാർ തൂക്കി നോക്കിയപ്പോൾ ഇത്ര ഗ്രാം എന്ന് കണ്ടെത്തുകയുണ്ടായി പണ്ഡിതന്മാർ. അപ്പോൾ 20 ദീനാർ തൂക്കി നോക്കിയപ്പോൾ കിട്ടിയ തൂക്കമാണ് 85 ഗ്രാം എന്നുള്ളത്. അപ്പോൾ ഇന്നാരും മിസ്കാൽ എന്ന് പറയാത്തത് കൊണ്ട് ആ കൃത്യമായ കണക്ക് ഇത്ര ഗ്രാം എന്ന് പറഞ്ഞു 85 ഗ്രാം എന്ന്. ചിലർ 10 പവൻ എന്ന് പറയാറുണ്ട്. 10 പവൻ ശരിയല്ല, കാരണം 84 ഗ്രാമാണ് 10 പവൻ. നമ്മളെ കണക്കനുസരിച്ച് ആ ദീനാർ തൂക്കി നോക്കിയപ്പോൾ 20 ദീനാർ തൂക്കി നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് 85 ഗ്രാമാണ്. ഇനി ഇന്നത്തെ കറൻസിയും അതുപോലെ തന്നെ ഡോളർ, രൂപ, റിയാൽ, ദീനാർ, ഇന്നത്തെ ഈ കറൻസികൾ, നാണയങ്ങളും കറൻസികളും ആ കാലത്തില്ല. അപ്പോൾ എത്ര രൂപ ഉണ്ടായാലാണ്, എത്ര ഡോളർ ഉണ്ടായാലാണ്, എത്ര റിയാൽ ഉണ്ടായാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന ഒരു ചോദ്യം വരുമല്ലോ. അതിൽ 2 വീക്ഷണമാണ് പണ്ഡിതന്മാർക്കുള്ളത്. ഒരു വിഭാഗം പറയുന്നു സ്വർണത്തെയാണ് മാനദണ്ഡമാക്കേണ്ടത്, വേറൊരു വിഭാഗം പറയുന്നു വെള്ളിയെയാണ് മാനദണ്ഡമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ രൂപയുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇന്നതാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതില്ലല്ലോ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തില്ലല്ലോ. അതൊക്കെ ഈ കറൻസികൾ പിന്നീടുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര കറൻസി ഉണ്ടായാലാണ് ഈ ചർച്ച വരാൻ കാരണം, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും തമ്മിലുള്ള ബന്ധം അനുപാതത്തിൽ വമ്പിച്ച മാറ്റം വന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 20 ദീനാർ ഉള്ളവൻ 200 ദിർഹമുള്ളവൻ ഏതാണ്ട് സമമാണ് എന്ന് മാത്രമല്ല, മറ്റ് സക്കാത്തിൻ്റെ കണക്കുകളൊക്കെ കണക്ക് കൂട്ടുമ്പോഴും ഏതാണ്ട് സമമാണ്. 653 കിലോഗ്രാം ഈത്തപ്പഴം, 40 ആട്, അതേപോലെ തന്നെ ഈ 85 ഗ്രാം സ്വർണം അഥവാ 20 ദീനാർ സ്വർണം, 200 ദിർഹം വെള്ളി. എന്നപ്പോൾ ഏതാണ്ട് നമ്മൾ കണക്കൂട്ടിയ ചില പണ്ഡിതന്മാർ ഇതിൽ പഠനം നടത്തിയവർ പറയുന്നത് 1 ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹമിന് തുല്യമാണ് എന്ന്. ഇന്നങ്ങനല്ല. ഇന്നിപ്പോൾ 85 ഗ്രാം സ്വർണത്തിന് ഏതാണ്ട് 4.5 ലക്ഷം രൂപയാണ്. എന്നാൽ 200 ദിർഹം വെള്ളി, ഇന്നത്തെ കണക്കനുസരിച്ച് 595 ഗ്രാം വെള്ളിക്ക് 47,000 ഉറുപ്പ്യ വില ഉള്ളൂ. 50,000 കൂട്ടുക. അപ്പോൾ അത്രയും വ്യത്യാസമാണ്. ഇതിന് അന്ന് 1:10 ആണെങ്കിൽ ഇന്ന് 1:100 എന്ന് പറയുന്ന കോലത്തിലായിട്ടുണ്ട് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഒരാളെ സംബന്ധിച്ച് ധനികൻ എന്നെപ്പോഴാണ് പറയുക? ഇപ്പം ചില പണ്ഡിതന്മാർ പറയാണ്, ഒരാളെടുത്ത് 595 ഗ്രാം വെള്ളിയുടെ മാർക്കറ്റ് വില എത്രയാണോ അത്രയും തുകയുള്ളവരാനെ പറ്റി ഒരാൾ പണക്കാരൻ, ധനികൻ എന്ന് പറയില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ 4.5 ലക്ഷം 4 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അത്യാവശ്യം അള്ളാഹു ഐശ്വര്യം നൽകിയ വ്യക്തിയാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ അരിയുടെ വില, ഈ ഈത്തപ്പഴത്തിൻ്റെ വില, ആടിൻ്റെ വില, ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ കുറച്ചെന്തെങ്കിലും അടുത്ത് വരുന്നത്, ഇത് പറ്റ കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകൾ സ്വർണത്തെയാണ്. പിന്നെ ലോകത്ത് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ, ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ഘടന, സാമ്പത്തിക നിലവാരം, അതൊക്കെ അളക്കപ്പെടുന്നതും തിട്ടപ്പെടുന്നതും മാനദണ്ഡമാക്കുന്നത് സ്വർണത്തെയാണ്, വെള്ളിയല്ല. വെള്ളിക്ക് ഡിമാൻഡ് പരമാവധി കുറഞ്ഞു, സ്വർണത്തിൻ്റെ ഡിമാൻഡ് പരമാവധി കൂടി. സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ വില കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് പൊതുവേ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണമാണ് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെ സമ്പന്നനാണെന്ന് പറയുന്നതിനെ ഒക്കെ മാനദണ്ഡമാക്കാൻ കൂടുതൽ യുക്തമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. 2 പേരും യോജിക്കും. എപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വർണ്ണം മാനദണ്ഡമാക്കിയാലും വെള്ളി മാനദണ്ഡമാക്കിയാലും ഒരു പ്രശ്നവുമില്ല, എല്ലാം കണക്കാണ്. പക്ഷേ വെള്ളി മാനദണ്ഡമാക്കിയാൽ കുറേ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടവരായി വരും.
സ്വർണം മാനദണ്ഡമാക്കിയാൽ കുറേ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ കുറേ ആളുകളെ കൊണ്ട് സക്കാത്ത് കൊടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വെള്ളിയെ മാനദണ്ഡമാക്കലാണ് എന്നവർ പറയുന്നു. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പണക്കാരോട് പ്രത്യേക വെറുപ്പും പാവപ്പെട്ടവരോട് പ്രത്യേക സ്നേഹവും അല്ലെങ്കിൽ നേരെ തിരിച്ചും ഇതൊന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും സക്കാത്ത് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരാൾ വെള്ളിയെ മാനദണ്ഡമാക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. സ്വർണ്ണത്തെയാണ് മാനദണ്ഡമാക്കിയിട്ട് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അങ്ങനെ കൊടുക്കാം. പൊതുവേ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലെ പഠനങ്ങളും അഭിപ്രായങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണത്തെ മാനദണ്ഡമാക്കുക എന്നതാണ് യുക്തമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. വെള്ളി ശരിയല്ല എന്നോ വെള്ളിയെ മാനദണ്ഡമാക്കാൻ പറ്റില്ല എന്നോ മാനദണ്ഡമാക്കേണ്ടതില്ല എന്നോ വാദമില്ല. എനിക്ക് യോജിച്ച ഒരു വീക്ഷണം അതായതുകൊണ്ട് അത് സൂചിപ്പിച്ചു. അത്രേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.